അടുത്തത് വ്യാനവായു എന്ന് പറയുന്നത് ഇവിടെ വ്യാനബാധ. ഇതൊന്ന് വ്യാനബാധ. വ്യാനബാധ അങ്ങനെയെന്ന് പറയുമ്പോൾ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ, വാട്ടർ കണ്ടൻറ്റ് ദേഹത്ത് ഭൂമിയിൽ വന്ന് 72% വാട്ടർ ഇരിക്കുന്നവർ മനുഷ്യൻ്റെ ദേഹത്ത് ഫുള്ള വാട്ടർ കണ്ടൻറ്റ് ഇരിക്കുകയാണ്. അപ്പോൾ ബ്ലഡ് സർക്കുലേഷൻ അതൊരു ഇമ്പോർട്ടൻ്റ് പോർഷനാണ്. അത് 72 എന്നുള്ളത് കുറഞ്ഞാലും ഇത് പ്രോബ്ലം ഉണ്ടാകും, കൂടിയാലും ഉണ്ടാകും. വാതപിത്ത കഫം കൂടിയാലും കുറഞ്ഞാലും അസുഖം എന്ന് പറയുന്നത് അത് ഇന്നും ഫണ്ടമെൻ്റലായി നിങ്ങൾ പോയി നോക്കിയാൽ പഞ്ചഭൂതത്തിൻ്റെ എനർജി കൂടിയാലും കുറയാലും പ്രോബ്ലം വരും. പഞ്ചഭൂതത്തിൻ്റെ എനർജിയാണ് വാതപിത്ത കഫമായിട്ട് ക്ലാസിഫൈ ആയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വ്യാനൻ എന്ന് പറയുന്നത് ആക്ച്വലി വാട്ടർ എലമെൻറ്റ്, കഫത്തിൻ്റെ ഒരു കണക്ഷൻ ഉള്ളതാണ്. അപ്പോൾ അതും എന്ത് ചെയ്യണം, കറക്റ്റായിരിക്കണം. അപ്പോൾ ഇത് ഈ പഞ്ചവാത എന്ന് പറയുന്നത് ആക്ച്വലി വേറെ പഞ്ചഭൂതത്തിൻ്റെ ഒരു ആസ്ട്രൽ എൻറ്റിറ്റിയാണ്. ഈ വാദം എന്ന് പറഞ്ഞാൽ പഞ്ചഭൂതത്തിൻ്റെ ഒരു ആസ്ട്രൽ എൻറ്റിറ്റിയാണ്. അത് മനസ്സിലാക്കണം. വ്യാന വാട്ടറിൻ്റെ ഒരു ആസ്ട്രൽ എനർജിയാണ്. പ്രാണൻ വന്ന് എയറിൻ്റെ ആസ്ട്രൽ എനർജി, ഉദാനൻ ആകാശത്തിൻ്റെ ആസ്ട്രൽ എനർജി, സമാനൻ അഗ്നിയുടെ ആസ്ട്രൽ എനർജി, വ്യാനൻ വാട്ടറുടെ ആസ്ട്രൽ എനർജി, അപാനൻ ഇത് എർത്തിൻ്റെ എനർജി. അപ്പോൾ പഞ്ചഭൂതത്തിൻ്റെ ആസ്ട്രൽ എനർജി തന്നെ ഇതിൽ വന്ന് എന്താ വെച്ചാൽ തന്മാത്ര എന്ന് പറയുന്നത് ഈ ആസ്ട്രൽ എനർജി തന്നെ. യോഗയിലും ഫിലോസഫിയിലും തന്മാത്ര എന്ന് പറയും. തന്മാത്ര എന്ന് പറയുന്നത് ആസ്ട്രൽ ക്വാളിറ്റീസ് ഓഫ് ദി ഫിസിക്കൽ എലമെൻറ്റ്സ്, അതാണ്. അപ്പോൾ ഇവിടെ വ്യാനം വന്ന് സൈറ്റ് ഹോൾ ബോഡിയിലിരിക്കുകയാണ്. വ്യാനം വന്ന് ഇരിക്കുന്നത് ഹോൾ ബോഡി മൂവ്മെൻറ്റ്, ബട്ട് കണക്റ്റഡ് ടു സ്വാധിഷ്ഠാന. ഒരു ഫങ്ഷനിങ് ഓൾ ഓവർ ദി ബോഡി. ഫങ്ഷൻ എന്ന് വെച്ചാൽ സർക്കുലേഷൻ ഓഫ് ബ്ലഡ്. അത് വന്ന് നമ്മൾ ബ്ലഡ് മാത്രമല്ല, രസ മൂവ്മെൻറ്റ് ആൻഡ് സ്വെറ്റിങ്. രസ എവിടെ നിന്ന് എവിടെ വരെ പോകുന്നു, രസത്തിൻ്റെ മൂവ്മെൻറ്റിനെ കുറിച്ച് ശ്രദ്ധിക്കണം. രസം എന്ന് പറഞ്ഞാൽ എന്തോന്നാണ്, വാട്ട് ഈസ് രസ? ഫുഡ് വന്ന് പ്രോസസ്ഡ് ഫുഡിലുള്ള എസൻസിൻ്റെ പേരാണ് രസ. പ്രോസസ്ഡ് ഫുഡിൻ്റെ എസൻസ് സ്മോൾ ഇൻഡസ്ട്രിയിൽ അബ്സോർവ് ചെയ്യുന്നു, അതിൻ്റെ പേരാണ് രസ. അപ്പോൾ അത് വന്ന് കളർലെസ് ആണ്. എന്തോന്ന് കളർലെസ്? ബ്ലഡിന് കളറുണ്ട്, ഇതിന് കളറില്ല. പക്ഷേ ഇത് സ്മോൾ ഇൻഡസ്ട്രിയിൽ അബ്സോർവ് ആയി ലിംബാറ്റിക് സിസ്റ്റം വഴി സ്പ്ലീനിന് പോകും. സ്പ്ലീനിന് പോകുമ്പോൾ അവിടെ ഉള്ള കൃമികളൊക്കെ ഡീടാക്സിഫൈ ആകും. ഡീടാക്സിഫൈ ആയ ശേഷം അത് ഫിൽട്ടർ ചെയ്താണ് ഹാർട്ടിൽ പോയി കണക്ട് ചെയ്യുന്നത്. ഹാർട്ടിൽ മിക്സായ ശേഷമാണ് അത് ബ്ലഡിൻ്റെ കൂടെ ചേർന്ന് ഇതിന് ചുവപ്പ് കളർ ഉണ്ടാകുന്നത്. മനസ്സിലായ? അപ്പോൾ ഇതിന് സ്മോൾ ഇൻഡസ്ട്രിയിൽ നിന്ന് അബ്സോർവ് ആയി അങ്ങനെ സ്പ്ലീനിൽ പോയി ഹാർട്ടിന് പോകുന്നവരെ ഉള്ള റൂട്ട് അത് രസത്തിൻ്റെ ട്രാവലിംഗ് റൂട്ട്. അതിൻ്റെ ശേഷം അത് ബ്ലഡായിട്ട് ഹാർട്ടിൽ ചെയ്യുമ്പം ബ്ലഡ് സർക്കുലേഷനിൽ ചെയ്യുമ്പം ബ്ലഡായിട്ട് മാറും. ആ രസത്തിൻ്റെ മൂവ്മെൻറ്റ് ചെയ്യുന്നതും ഈ വ്യാനനാണ്. അതുപോലെ വന്ന് സ്വെറ്റിങ് ചെയ്യുന്നതും ഇത് വന്ന് വ്യാനൻ്റെ ഇതായിട്ടാണ് ഇത് കാണിക്കുന്നത്. പക്ഷേ ചില ഇത് ബർമ ലിറ്ററേച്ചർ എടുത്ത് നോക്കുമ്പോൾ സ്വെറ്റിങ് വന്ന് അത് ഹീറ്റ് ഫയർ പ്ലസ് എർത്ത് എന്നുള്ള വാട്ടർ കണ്ടൻറ്റിൻ്റെ ഇതിലാണ് ക്ലാസിഫിക്കേഷൻ വരുന്നത്. ബർമ ക്ലാസിഫിക്കേഷനിൽ ഈ പഞ്ചഭൂതങ്ങളും പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷനിൽ പറയുകയാണ്. അത് വളരെ അഡ്വാൻസ്ഡ് ആണ്. ബർമ ഇതിനെക്കാട്ടിലും അഡ്വാൻസ്ഡ് ആയിരിക്കുന്നു. അപ്പോൾ വന്ന് സ്വെറ്റിങ് ഇത്. അതുപോലെ റിലാക്സേഷൻ ആൻഡ് കോൺട്രാക്ഷൻ ഓഫ് മൂവ്മെൻറ്റ് ഇൻ എനി ഡയറക്ഷൻ. അതായത് കോൺട്രാക്ഷൻ ആൻഡ് റിലാക്സേഷൻ ഇൻ എനി ഡയറക്ഷൻ. വാട്ടറിന് മാത്രമേ ആ ക്വാളിറ്റി ഉള്ളൂ. വാട്ടറിൽ നിങ്ങൾ ഒരു പ്രഷർ കൊടുത്താൽ പാസ്കൽസ് ലാ എന്നുണ്ട്. പാസ്കൽസ് ലാ എന്ന് വെച്ചാൽ വെള്ളത്തിൽ ഒരു സ്ഥലത്ത് ഒരു പ്രഷർ കയറ്റി കൊടുത്താൽ അത് എല്ലാ സ്ഥലത്തും യൂണിഫോமாக പോകും. ഇതിൻ്റെ പേരാണ് പാസ്കൽസ് ലാ. ഇതേ വെച്ചാണ് ഈ പഞ്ഞ് കാട്ടൺ ബേൽസ് പ്രസ് ചെയ്യാൻ ഒരു യന്ത്രമുണ്ട്. അതിൽ വെള്ളത്തിനെ വെച്ചാണ് പ്രസ് ചെയ്യുന്നത്. കാരണം വെച്ചാൽ അതിൽ കൊടുക്കുന്ന പ്രഷർ യൂണിഫോമാണ്
എല്ലാ സ്ഥലത്തും പോകുന്നുള്ള റൂളാണ്. അതേമാതിരി ദേഹത്തിൽ നിങ്ങൾക്ക് ഒരു പ്രഷർ എല്ലാ ഡയറക്ഷനിലും എല്ലാ ഇതിലും പോകുന്നത് അത് ചെയ്യുന്ന വർക്ക് വന്ന് വ്യാനവായു, ദാറ്റ് ഈസ് വാട്ടർ കണ്ടൻറ്റിൻ്റെ വർക്കാണ്. രണ്ടാമത് എന്താണെന്ന് വെച്ചാൽ ഇത് ഒന്ന് ബ്ലിങ്കിങ് ഓഫ് ഐസ്, ബ്ലിങ്കിങ് ഓഫ് കണ്ണ് ഇങ്ങനെ 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 അടിക്കുന്ന ഇതാണ് ഇതെന്ന് പറയുന്നത്. പക്ഷേ അത് യോഗ റിക്കാർഡിൽ അത് വേറെ കൂർമനാണ് ചെയ്യുന്നതെന്നുള്ള ഒരു ഇതുകൊണ്ട് അതിൽ കുറച്ച് ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഇവിടെ ഇരിക്കുകയാണ്. അടുത്തത് നിങ്ങൾ നോക്കിയാൽ അപാനവാദ എന്ന് പറഞ്ഞാൽ എലിമിനേഷൻ വർക്കാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ ആധാരത്തെ വെച്ചാൽ മൂലാധാരത്താണ് ഇരിക്കുന്നത് യോഗയിൽ. അപ്പോൾ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ സൈറ്റ് കോളൺ, റെക്ടം, ആനസ്, റെക്ടം, കോളൺ ഇതിലാണ് ഇരിക്കുന്നതെന്നാണ് ആയുർവേദയിൽ ഇരിക്കുന്നത്. ഒരു പർട്ടിക്കുലർ പോയിന്റ് എന്ന് പറഞ്ഞാൽ ആധാരത്തിൽ നോക്കുകയായിരിക്കുകയാണെങ്കിൽ അത് മൂലാധാരമാണ്. ഇതിൻ്റെ ഫങ്ഷൻസ് എന്തെന്ന് വെച്ചാൽ ഇത് എക്സ്പൾഷൻ ഓഫ് യൂറിൻ, സ്റ്റൂൾസ്, സെമന പുറത്തുള്ളുന്നത്, പെണ്ണുങ്ങൾക്ക് മെൻസസ് പുറത്തുള്ളുന്നത്, അടുത്ത ഫൊയറ്റസ് ഡെലിവറി ടൈമിൽ പുറത്തോട്ട് തള്ളിവിടുന്നത്, ഇതേമാതിരിയുള്ള ഇതാണ് ചെയ്യുന്നത്. ഇതാണ് അപാനവായു ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ പ്രാണവായു എന്ന് യോഗയിൽ പഠിക്കുന്നത് തന്നെ ഇവിടെ വന്ന് എന്തോന്നായിട്ടിരിക്കുന്നത് ഇങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ പേര് വേറെ ഉള്ള ടൈപ്പിൽ നമുക്ക് ഇരിക്കുകയാണ്. ഓക്കെ, ഇതേമാതിരി പിത്തം ആൻഡ് ഇത് കഫത്തിൻ്റെ ക്ലാസിഫിക്കേഷൻ നോക്കണം. അത് കുറച്ച് ഡിഫറെൻ്റ്, അത് നാളെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, നാളെ അത് കംപ്ലീറ്റ്. ഓക്കെ, അതിൻ്റെ ടൈപ്പ് വേറെ മാതിരി ഇരിക്കും. ഓക്കെ, നാളെ കാണാം.